കുട്ടികളെ, ഇനി നമുക്ക് പ്രവർത്തനം 2.1 എഴുതി നോക്കാം. ചെയ്യാം. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആഹാരം ആവശ്യമാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമെല്ലാം ആഹാരം വേണം. അപ്പോൾ നമുക്ക് കഴിക്കുന്ന അരി, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? കൃഷിയിലൂടെയാണ് നമുക്കിവ ലഭിക്കുന്നത്. ഇനി നമ്മുടെ വീടിന്റെയും സ്കൂളിന്റെയും ചുറ്റുപാടുകളിൽ എന്തൊക്കെ കൃഷികളാണുള്ളതെന്നൊന്ന് ആലോചിക്കാം. നമുക്ക് ചുറ്റും നെൽകൃഷി, വാഴക്കൃഷി, തേങ്ങ, റബ്ബർ, കപ്പ അഥവാ മരച്ചീനി, മുളക്, തക്കാളി, വഴുതന, വെണ്ട, പയർ, പാവയ്ക്ക, വെള്ളരി, മത്തങ്ങ തുടങ്ങിയ കൃഷികൾ കാണാം. അപ്പോൾ ഈ പ്രവർത്തനത്തിന്റെ ഉത്തരം ഇങ്ങനെ എഴുതാം: നെൽകൃഷി, വാഴക്കൃഷി, തേങ്ങ, റബ്ബർ, കപ്പ, മരച്ചീനി, മുളക്, തക്കാളി, വഴുതന, വെണ്ട, പയർ, പാവയ്ക്ക, വെള്ളരി, മത്തങ്ങ. നിങ്ങളുടെ പ്രദേശത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ കൃഷികളുണ്ടെങ്കിൽ അവയുടെ പേരുകളും എഴുതാം. എല്ലാവരും മനോഹരമായി എഴുതിയല്ലോ. വളരെ നല്ലത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. കുട്ടികളെ, ഇനി നമുക്ക് പ്രവർത്തനം 2.3 കടങ്കഥ നിർമ്മിക്കാം ചെയ്യാം. കടങ്കഥ എന്നത് ഒരു രസകരമായ ചോദ്യമാണ്. ഒരു വസ്തുവിന്റെ പ്രത്യേകതകൾ പറഞ്ഞുതരും. അത് കേട്ട് ആ വസ്തു ഏതാണെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ജോലി. ഈ ചിത്രങ്ങളിൽ തക്കാളി, മുളക്, കാരറ്റ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇവയെ നോക്കി കടങ്കഥകൾ ഉണ്ടാക്കാം. തക്കാളി ഞാൻ ചുവന്ന നിറത്തിലാണ്, വട്ടത്തിലാണ്. കറിയിലും സാലഡിലും എന്നെ ഉപയോഗിക്കും. ഞാൻ ആരാണ്? ഉത്തരം: തക്കാളി. മുളക് ഞാൻ പച്ച നിറത്തിലാണ്, നീളമുള്ള രൂപമാണ്. കറിയിൽ എനിക്ക് വലിയ സ്ഥാനമുണ്ട്. ചിലപ്പോൾ എനിക്ക് നല്ല എരിവുമുണ്ട്. ഞാൻ ആരാണ്? ഉത്തരം: മുളക്. കാരറ്റ് ഞാൻ ഓറഞ്ച് നിറത്തിലാണ്, നീളമുള്ള രൂപമാണ്. മുയലിന് എന്നെ വളരെ ഇഷ്ടമാണ്. ഞാൻ ആരാണ്? ഉത്തരം: കാരറ്റ്. ഇനി നിങ്ങൾക്കും ഇതുപോലെ ചിത്രങ്ങൾ നോക്കി ഓരോന്നിനും ചെറിയ കടങ്കഥകൾ ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ശ്രമിക്കുമല്ലോ. കുട്ടികളെ, ഇനി നമുക്ക് പ്രവർത്തനം 2.4 നോക്കാം. ഈ ചിത്രത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ചില ജോലികളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കവ കണ്ടെത്താം. ആദ്യം മണ്ണ് കിളച്ചിളക്കണം. മണ്ണ് മൃദുവായാൽ വിത്തുകൾക്ക് നന്നായി മുളയ്ക്കാൻ കഴിയും. അതിനുശേഷം വിത്ത് വിതയ്ക്കണം. നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുകയും ശരിയായ അകലത്തിൽ മണ്ണിലിടുകയും ചെയ്യണം. പിന്നീട് വെള്ളമൊഴിക്കണം. വിത്ത് മുളയ്ക്കാനും ചെടികൾ വളരാനും ആവശ്യത്തിന് വെള്ളം വേണം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വിത്തിൽ നിന്ന് ചെറിയ ചെടികൾ മുളച്ചുവരും. അപ്പോൾ കളകൾ പറിച്ചു നീക്കണം. കളകൾ ചെടിയുടെ ആഹാരവും വെള്ളവും എടുത്തുകളയും. അതിനുശേഷം ചെടികൾക്ക് ആവശ്യമായ വളമിടണം. വളം ലഭിക്കുമ്പോൾ ചെടികൾ ആരോഗ്യത്തോടെ വളരും. ചെടികളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. അതിനായി കീടനിയന്ത്രണം നടത്തണം. പിന്നീട് ചെടികൾ വളർന്നു പൂക്കുകയും കായ്കൾ ഉണ്ടാകുകയും ചെയ്യും. കായ്കളും ധാന്യങ്ങളും പാകമാകുമ്പോൾ വിളവെടുക്കാം. അവസാനം വിളകൾ വൃത്തിയാക്കി സൂക്ഷിക്കുകയും ഭക്ഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷിയുടെ ഘട്ടങ്ങൾ ഇവയാണ്: മണ്ണ് കിളയ്ക്കുക, വിത്ത് വിതയ്ക്കുക, വെള്ളമൊഴിക്കുക, കളകൾ പറിക്കുക, വളമിടുക, ചെടികളെ സംരക്ഷിക്കുക, വിളവെടുക്കുക. ഇങ്ങനെയാണ് കർഷകർ ഏറെ പരിശ്രമിച്ച് നമുക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് നാം കർഷകരെ ആദരിക്കണം. കുട്ടികളെ, ഇനി നമുക്ക് പ്രവർത്തനം 2.5 നോക്കാം. ഈ പ്രവർത്തനത്തിൽ ചോദിച്ചിരിക്കുന്നത് കൃഷിപ്പണിയല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ ഏതെല്ലാം തൊഴിലുകളുണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നവർ മാത്രമല്ല, പല ജോലികളും ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോ ജോലിയും നമ്മുടെ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. ക്യാമറ ഉപയോഗിച്ച് വാർത്തകളും സിനിമകളും പരിപാടികളും ചിത്രീകരിക്കുന്ന ക്യാമറാമാൻ, ആളുകളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ടാക്സി ഡ്രൈവർ, വീടുകളിലേക്ക് കത്തുകളും പാർസലുകളും എത്തിക്കുന്ന തപാൽ ജീവനക്കാരൻ, വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുകയും തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യുന്ന ലൈൻമാൻ. ഇതുപോലെ നമ്മുടെ നാട്ടിൽ അധ്യാപകൻ, ഡോക്ടർ, നഴ്സ്, പോലീസ്, അഗ്നിരക്ഷാസേനാംഗം, തച്ചൻ, തയ്യൽക്കാരൻ, കടയുടമ, മീൻപിടുത്തക്കാരൻ, ഡ്രൈവർ തുടങ്ങി നിരവധി തൊഴിലുകളുണ്ട്. ഇനി നിങ്ങൾ വീട്ടിലുള്ളവരോടും അയൽവാസികളോടും ചോദിച്ച് നിങ്ങളുടെ നാട്ടിലുള്ള മറ്റു തൊഴിലുകളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. ഓർമ്മിക്കണം കുട്ടികളെ, എല്ലാ തൊഴിലുകളും ഒരുപോലെ പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ട് ഓരോ തൊഴിലിനെയും നമ്മൾ ബഹുമാനിക്കണം. ഈ പ്രവർത്തനത്തിൽ നന്നായി ഉണ്ണാൻ എന്ന കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം വരയ്ക്കാനാണ് പറയുന്നത്. കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് ആദ്യം ഓർക്കൂ. എല്ലാവരും നിങ്ങളുടെ ഭാവന ഉപയോഗിച്ച് മനോഹരമായ ഒരു ചിത്രം വരയ്ക്കൂ.